ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് MySQL അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ജോയിൻ. എന്നുവെച്ചാൽ ജോയിൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ടേബിളിലത്തെ വാല്യൂവിനെ മറ്റൊരു ടേബിളിലുള്ള വാല്യൂ വെച്ചിട്ട് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന കുറിയാണ് അപ്ഡേറ്റ് നമ്മൾ നോക്കിയതാണ് അപ്ഡേറ്റ് ടേബിൾ എ. അപ്പോൾ ഈ ടേബിൾ എയിലുള്ള വാല്യൂവിനെ ടേബിൾ ബിയിലുള്ള ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ പറയുന്നുണ്ട് അപ്ഡേറ്റ് ടേബിൾ എ ജോയിൻ ടേബിൾ ബി എന്ന് വെച്ചാൽ നമ്മൾ ടേബിൾ ബിനെ ജോയിൻ ചെയ്തു. അതിന് ഇപ്പോൾ ജോയിൻ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ കൊടുത്തു, ടേബിൾ ഈക്വൽ ടു ഇത് വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഫീൽഡ് ടേബിൾ എ ഡോട്ട് വാല്യൂ ഈക്വൽ ടു ടേബിൾ എന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മൾ ആ ഒരു ഫീൽഡിൻ്റെ നെയിം കൂടെ കൊടുക്കുന്നു. ടേബിൾ ബിയിലുള്ള ഏത് കോളത്തിലുള്ള വാല്യൂ ആണോ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഇതിവിടെ ഈക്വൽ എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം, ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. ഇതിലിപ്പോൾ അഡ്മിഷൻ നമ്പർ, സെൻറ്റർ ID, നെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഒരു ടേബിൾ ഉള്ളത് അതേ ഡാറ്റാബേസിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫീ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. അപ്പോൾ അതിലും നമുക്ക് ഇതിനൊരു ID ഉണ്ട്. അപ്പോൾ ഇതിന് പ്രൈമറി കീ, അപ്പോൾ ഇതിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് ഇപ്പോൾ അഡ്മിഷൻ നമ്പർ, സെൻറ്റർ ID അങ്ങനെ ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ സ്റ്റുഡൻറ്റ് സെൻറ്റർ ID നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ടേബിളിൻ്റെ അകത്ത് ഈ ഒരു ID ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ടേബിളിലുള്ള ഈ ഒരു സെൻറ്റർ ID നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നുള്ള സെൻറ്റർ ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ SQL query എടുത്തു, അല്ലെങ്കിൽ നമ്മളിവിടെ തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് നമുക്ക് ഈ ടേബിളിൻ്റെ പേരെന്ന് പറയുന്നത് ഫീ എന്ന് പറഞ്ഞ ടേബിൾ കൊടുത്തു. അതിന് നമുക്ക് നെയിം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഏത് ടേബിളിനോട് ജോയിൻ ചെയ്തു, ജോയിൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിനോട് നമ്മൾ ജോയിൻ ചെയ്തു. ആ ടേബിൾ നമ്മൾ എസ് എന്ന് കൊടുത്തു. അപ്പോൾ അത് എന്ത് വെച്ചിട്ട് ഇത് വേണം, നമുക്ക് ആ ജോയിൻ ചെയ്യാനുള്ള ഇതിവിടെ കൊടുക്കും. അപ്പോൾ നമ്മൾ എഫിലുള്ള അല്ലെങ്കിൽ ഫീ എന്ന് പറഞ്ഞ ടേബിളിലുള്ള നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡൻസ് അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള അഡ്മിഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ ഇതാക്കി. അതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഫീൽഡ് കൂടി നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഫീ എന്ന് പറഞ്ഞ ടേബിളിലുള്ള സ്റ്റുഡൻറ്റ് സെൻറ്റർ ID നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ സ്റ്റുഡൻസ് സെൻറ്റർ ID എന്ന് കൊടുത്തു. സെൻറ്റർ ID ഈക്വൽ ടു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള സെൻറ്റർ ID വെച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. സെൻറ്റർ ID എന്ന് കൊടുക്കും. ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഉണ്ടോ? അപ്പോൾ അഡ്മിഷൻ നമ്പർ 1 സെൻറ്റർ ID കിടക്കുന്ന 1 ആണ്. അത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഉണ്ടോ? 1 2 1 ആണ്, 3 2 ആണ്, 4 3 ആണ്. 3 2 4 3. ഇങ്ങനെയാണ് നമ്മൾ ഒരു ജോയിൻ വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സിൻടാക്സ് ആണ് ഈ കാണുന്നത് കുറേൻ്റെ. ഓക്കെ, താങ്ക് യു.